CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിലെ ആരോപണങ്ങൾ തള്ളി കോയിംറ്റ് എഡ്യൂസെക് സിഇഒ VSN രാജു. ലഭിച്ചത് 1-2 പരാതികൾ മാത്രമെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഉത്തരക്കടലാസുകൾ മാറിപ്പോയത് മാനുഷിക പിഴവാകാമെന്നും വിശദീകരണത്തിലുണ്ട്. ഓൺ സ്ക്രീൻ മാർക്കിംഗ് ചുമതല എഡ്യൂടെക് സ്ഥാപനമായ കോഎംറ്റിന് നൽകിയത് ചട്ടവിരുദ്ധമെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നാണ് CBSEയുടെ പ്രതികരണം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ ഈ CBSEയുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നു. അത് കേവലം മാനുഷികമായ ചില മിസ്റ്റേക്കുകൾ ആകാം, അത് വ്യാപകമായ ഒരു പ്രശ്നമല്ല എന്നൊരു വിശദീകരണമാണല്ലോ ഇപ്പോൾ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും CBSEയുടെ ഭാഗത്തു നിന്നും വരുന്നത്. ഇത്തരം വിശദീകരണങ്ങൾ കൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ ഒഴിവാക്കാനാവുമോ? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ക്രിസ്റ്റീന, ഇത് വെറും പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് വലിയ തോതിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതും അതുതന്നെയാണ്. ഈ പല തലങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് പങ്കുവയ്ക്കുന്നുണ്ട്, അതിൽ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനൊടുവിലാണ് രാഹുൽ ഗാന്ധി ഈ കേന്ദ്ര സർക്കാരിനെതിരെ CBSEക്കും നീറ്റിനും എതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യത്തെ വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ കഷ്ടത്തിലാക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായത് എന്നും CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം അതിന് പിന്നിൽ വൻ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നുമുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഓൺ സ്ക്രീൻ മാർക്കിംഗ് ചുമതല കോഎംറ്റ് എഡ്യൂടെക് എന്ന സ്ഥാപനത്തിന് നൽകിയിരിക്കുന്നത് ചട്ടവിരുദ്ധമായാണെന്നും 2019 തെലങ്കാനയിൽ പരീക്ഷയുടെ ചുമതല ഇവർക്കുണ്ടായിരുന്നുവെന്നും ആ സമയത്തുണ്ടായ പാളിച്ചകൾ പരിഗണിക്കാതെയാണ് ഈ കമ്പനിക്ക് ഈ കരാർ നൽകിയത് എന്നുമുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഒരു അന്വേഷണം, ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഇത് നിഷേധിച്ചുകൊണ്ട് CBSE രംഗത്തെത്തി. ഈ കമ്പനിക്ക് തന്നെയാണ് കരാർ നൽകിയിരിക്കുന്നത് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് CBSE. എന്നാൽ ചട്ടപ്രകാരം തന്നെയാണ് ഈ കരാർ നൽകിയത് എന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട് എന്നുമാണ് CBSEയുടെ വിശദീകരണം. അതേസമയം ഈ കമ്പനി CEO തന്നെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഉയർന്നു വന്ന പരാതികൾ അത് ചുരുക്കി കാണിച്ചുകൊണ്ട് 1-2 ആക്ഷേപങ്ങൾ മാത്രമാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്നാണ് ഈ കമ്പനി CEO രാജു അവകാശപ്പെടുന്നത്. മറ്റ് ചോദ്യപേപ്പറുകൾ അല്ലെങ്കിൽ ഉത്തരപേപ്പറുകൾ മാറിപ്പോയ വിഷയം അത് സംബന്ധിച്ചാണ് വലിയ ആശങ്ക കഴിഞ്ഞ ദിവസം ഉയർന്നത്. അത് മാനുഷികമായ പിഴവായിരിക്കാം എന്നുമുള്ള വിശദീകരണമാണ് കമ്പനി നൽകുന്നത്. അതേസമയം കഴിഞ്ഞ വേദാന്ത് എന്ന ഡൽഹി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസ് മാറ്റി നൽകാം എന്ന് CBSE അറിയിച്ച പ്രശ്നം പരിഹരിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ പരാതികൾ ലഭിച്ചിരിക്കുകയാണ്. 3 വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ CBSEക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ നോട്ടീസിൽ 2 ദിവസത്തിനകം തന്നെ മറുപടി നൽകിയില്ലെങ്കിൽ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഈ 2 ദിവസത്തിനകം തന്നെ തങ്ങളുടെ യഥാർത്ഥ ഉത്തരപേപ്പറുകൾ ലഭ്യമാക്കണം എന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.